വായിക്കണോ? എന്നാ വായിച്ചു കേട്ടോളൂ. ഇത് നിങ്ങളുടെ പത്രമാണ്. സുന്നി വോയിസിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. മറുപടി ഉണ്ടെങ്കിൽ പറയണേ മുസ്ലിയാക്കന്മാരെ. നിങ്ങളുടെ പത്രത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. കേട്ടോളൂ. ഒരു ഹെഡിങ്, ചെണ്ടമുട്ട്. കൂബത്ത് ഒഴികെയുള്ള എല്ലാ ചെണ്ടമുട്ടുകളും ഹലാലാണെന്നതിൽ റാഫിഈ ഇമാമുൻ നവവി ഇമാമും ഒത്തിരിക്കുന്നു. ഇവരൊത്താ പിന്നെ കാര്യം പിന്നെ പോക്കായില്ലേ? ഇവരൊത്തു എന്ന് പറഞ്ഞാൽ പിന്നെന്താ പറയുള്ളത്? കൂബത്ത് ഒഴികെയുള്ള എല്ലാ ചെണ്ടമുട്ടുകളും ഹലാലാണ്. ഇവിടെ ഇപ്പൊ കൂബത്ത് ഒഴികെയുള്ളതാ മുട്ടിയത്. കൂബത്ത് ഈ കൂട്ടത്തിൽ കണ്ടിട്ടില്ല. ഇനി കേട്ടോളൂ. ഇമാം നവവി ഇമാമും ഒത്തിരിക്കുന്നു എന്ന് മിൻഹാജിലും അതിന്റെ ശറഹായ തുഹ്ഫ, നിഹായ, മുഗ്നി, സിറാജുൽ വഹാജ് മുതലായവകളിലും പറഞ്ഞിരിക്കുന്നു. തുടി അല്ലാത്ത എല്ലാ ചെണ്ടകളും ഹലാലാണെന്നാണ് നിയമം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി കേട്ടോളൂ. ശൈഖന്മാരുടെ മഖ്ബറ സ്ഥലത്ത് വെച്ച് ചെണ്ടമുട്ട് ജായിസോ മക്റൂഹോ ഹറാമോ വിലങ്ങേണ്ടതോ എന്ന് അല്ലാമത്ത് റംലി തങ്ങളോട് ചോദിക്കപ്പെട്ടതിന് തുടി അല്ലാത്ത എല്ലാ ചെണ്ടമുട്ടുകളും ഹലാലാകുന്നു. ഇരുഭാഗം വട്ടമൊത്തതും നടുകുടുങ്ങി നീളത്തിലുള്ളതുമായ തുടിമുട്ടൽ ഹറാമുമാകുന്നു. വിരോധത്തിന്റെ ചെണ്ടകൾ അല്ലാത്ത ചെണ്ടകൾ മുട്ടുന്നതിനെ വിലങ്ങപ്പെട്ടതല്ല, തുടി വിലങ്ങേണ്ടതാകുന്നു. അപ്പൊ തുടി ഒഴികെയുള്ള എല്ലാ ചെണ്ടമുട്ടും ജായിസാണ്. നിങ്ങളുടെ സുന്നി വോയിസിലാ എഴുതിയത്, നിങ്ങളുടെ സുന്നി വോയിസിലാ വന്നത്. ഇനി അതിലിങ്ങനെ പിപ്പി കുഴൽവിളി കേട്ടില്ലേ? അതിനെപ്പറ്റി എന്താ നിങ്ങൾ പറഞ്ഞത്? കുഴൽവിളിയിൽ ഉലമാക്കൾക്ക് അധികമായ അഭിപ്രായങ്ങളുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു. അംബിയ, ഔലിയ എന്നീ മഹാന്മാരുടെ ഖബർ സിയാറത്തിന് കൊടികളോടുകൂടിയും ചെണ്ടകൾ മുട്ടിയും കുഴലുകൾ വിളിച്ചും പോകുന്നത് ഹറാമാണോ എന്ന് അല്ലാമ ശൈഖ് മുഹമ്മദുൽ ഖലീലി തങ്ങളോട് ചോദിച്ചതിന് ഇവകളിൽ ഒന്നും ശറയിൽ വിരോധിക്കപ്പെട്ടതല്ലെന്ന് മറുപടി പറഞ്ഞിരിക്കുന്നു. കരിമരുന്ന് പ്രയോഗം ഹറാമാണെന്ന വാദത്തെ ഖണ്ഡിച്ചും ഹലാലാണെന്ന് സ്ഥാപിച്ചും കൊണ്ട് അശൈഖ് മുഹമ്മദ് മുഖ്താറുൽ ജാവി എന്ന മഹാന്റെ അസ്സവാഇഖുൽ മുഹരിഖ എന്ന ഗ്രന്ഥം പരിശോധിച്ചാൽ കാണാവുന്നതാണ്. ഇത് നിങ്ങളുടെ സുന്നി വോയിസിൽ നിന്നാണ് വായിച്ചത്. അതുകൊണ്ടും തീർന്നില്ല. ഈ വാദത്തെ നിങ്ങളല്ല എതിർത്തത്, ഞങ്ങളാ എതിർത്തത്. കേട്ടോളൂ. മുജാഹിദുകളാണ് ഈ രൂപത്തിലുള്ള എല്ലാ അനാചാരങ്ങളെയും ആദ്യമായി എതിർത്തത് എന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സുന്നി വോയിസ് ഞങ്ങൾക്ക് നൽകുന്നു. കേട്ടോളൂ. ഔലിയാക്കളുടെ മസാറുകളിൽ കഴിച്ചു വരാറുള്ള ആണ്ട് നേർച്ചകളിൽ ചെണ്ടകൊട്ട്, കുഴൽവിളി, കരിമരുന്നു പ്രയോഗം തുടങ്ങിയ കാര്യങ്ങൾ നിഷിദ്ധങ്ങളാണെന്നും അതിനാൽ അത്തരം കാര്യങ്ങൾ നടക്കുന്ന ആണ്ട് നേർച്ചകൾ നിരോധിക്കേണ്ടതാണെന്നും ചിലർ പറയാറുണ്ട്. ആദ്യമായി വഹാബികളാണ് സുന്നികൾക്കിടയിൽ ഈ വെടി പൊട്ടിച്ചത്. അപ്പൊ ഇത് പാടില്ല എന്നുള്ള വെടി പൊട്ടിച്ചത് ആരാ? വഹാബികളാണ്, അഥവാ മുജാഹിദുകളാണ്. ഇത് നിങ്ങൾക്കിത് എതിർക്കാൻ സാധിക്കോ? സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉപ്പ പാടിയ പാട്ട് ഞാൻ നിങ്ങളോട് ഇവിടെ പാടി കേൾപ്പിച്ചില്ലേ? നിങ്ങളൊരക്ഷരം മിണ്ടിയോ? ഞാനിതെന്തിനാ വളരെ സാവകാശം പറയുന്നത്? ഇനി നാളെ പറയണ്ടാരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസങ്ങളിൽ പറയണ്ട. നിങ്ങൾ ഇവിടെ കുറെ തോന്യാസം സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങളുടെ പെരടിയിൽ വെക്കണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാതിരിക്കാനാ പറയുന്നത്. നിങ്ങളുടെ പെരടിയിൽ വെച്ചുകെട്ടും ഞങ്ങള്. ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയൂല. നിങ്ങളുടെ മാസികയിലാണ്, നിങ്ങളുടെ സുന്നി വോയിസിലാണ് എഴുതിയത്. മാത്രമല്ല മഖ്ദൂം തങ്ങളാൽ വിരചിതമായ ബൈത്ത് കേട്ടോളൂ. നടുവൊങ്ങി തല രണ്ടും ഇരുന്തുള്ള കൂപത്തിൻ ഹറാമുന്നതല്ലാതുള്ള മുട്ടും വബാറുത്തി ഹലാലുന്നലാ തിട്ടം ലികുല്ലിൻ മഹല്ലലിൻ കചണ്ടാവറുഷും ഒറ്റ ആലാത്തി ലർബത്തി കദഫി മലൈബാരിൻ വഗൈരിൻ ബിയറവന ഹലാലുൻ ഹലാലുൻ ലാ ഹറാമുൻ ലിസുംഅതി. ഇത് തന്നെ ഖാജൽ ഹൈതമി ബി തുഹ്ഫത്തിൻ ബിബിളിച്ചാകെ മുട്ടുമുടുക്കാക്കിയിട്ട് പറഞ്ഞുള്ള ശുദ്ധത്തി ലിമുട്ടുന്ന ശറയിൽ പൂട്ട് അഹ്കാമതാണതും വബിളിക്കുന്ന ന്യായം നോക്കി കേട്ടോ ബിയഖ്ലതി വകുയലുല്ലദീ ഫീനാ തുറാഇ ബിപീപ്പിളി
ഹലാലുൻ കദാ ബഅദിൻ അഖീദൂന മിറിയതി ബിഹില്ലിൻ ഇമാമുർ റാഫിഈ ഖാൽ പറഞ്ഞതും ഇമാമുൻ നവവി മാർ പറഞ്ഞു ബിഹുർമതി അഖീ രണ്ടിലും ബോധിച്ച ഏതൊരു ഹോജനെ കമാശിത്ത പിടിച്ചോ സുമ്മ എടുത്തോ ബിനഫഖതി ഇദാ കാന ഫിൽ ബുൽദാനി നേർച്ചാവനഹു ഖിതാനും വഖതുമുൻ മംഗലം ഹീന ഫർഹത്തിൻ ബിഉലമാഇനാ എതിരേറ്റു പോകുന്ന നേരത്തും അഖീ മുട്ടണം ഒഴിക്കാതെ ചെയ്തോലി ഹൈബത്തിൻ വനായല്ല ബഅദുന്നാസി യഫ്താ ബിഹുർമത്തിൻ ലിതർകം കദാ ബഅദിൻ ലിഖുലിഖിൻ ലിതർകതി ഫസമാ ബിഇബ്രാഹീമ നാദീമ ഹാദിഹി അബി ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂമി ലഗ്ബതി പാടി പറയാൻ അർത്ഥം പറഞ്ഞു തെറ്റി എന്ന് പറയേണ്ടതല്ല. ബൈത്തിന്റെ ചുരുക്കസാരം കേൾപ്പിച്ചു തരാം. സലഫിക്ക് മനസ്സിലായില്ല എന്ന് പറയണ്ട, നിങ്ങൾ കൊടുത്ത അർത്ഥം തന്നെ വായിക്കുന്നു. നടുകുടുങ്ങി തല രണ്ടും വികസിച്ച ചണ്ട ഹറാമാണ്. അതല്ലാത്ത മലബാറിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മുട്ടുകളും ഹലാലാണ്. ഇതാണ് മുട്ടുന്നതിന്റെ ശറഇന്റെ വിധി. കുഴൽ വിളിയും ഇതേ പ്രകാരം ഹലാലാണ്. തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹലാലാണെന്ന് പറഞ്ഞിട്ടുള്ള ഇമാമിനെ പിടിച്ച് യാതൊരു സംശയവും കൂടാതെ കുഴലെടുത്ത് വിളിച്ചോ. നാട്ടിന് നടക്കുന്ന നേർച്ചകൾ, പണ്ഡിതന്മാരെ എതിരേറ്റു കൊണ്ടുപോവൽ, വിവിധ തരത്തിലുള്ള കല്യാണങ്ങൾ തുടങ്ങിയ എല്ലാ ആഘോഷങ്ങളിലും മുട്ടും വിളിയും നടത്തണം. ഇത്തരം വിഷയങ്ങളിൽ എന്തായാലും മുട്ടുക തന്നെ വേണം. മുട്ടലിനെ ഉപേക്ഷിക്കരുത്. മുട്ടുക എന്നത് മേലുദ്ധരിച്ച കാര്യങ്ങൾക്ക് ഭയഭക്തിയാണ്. ചില ജനങ്ങൾ ഇതെല്ലാം തെറ്റാണെന്ന് പറയും. അത് ഒരിക്കലും ന്യായമല്ല. അത് എതിർക്കാൻ വേണ്ടി തർക്കിക്കുകയാണ് ഇതിനെ പറഞ്ഞിട്ടുള്ളത് ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ പിതാവ് ശൈഖ് ഇബ്രാഹിം മഖ്ദൂം തങ്ങളാകുന്നു. എന്താ നിങ്ങൾക്ക് വേണ്ടി? നിങ്ങൾ മിണ്ടിയോ അതിനെ സംബന്ധിച്ച്? നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ പേരിൽ വെറുതെ പറയുന്നതാണ്. അപ്പോ ആണ്ട് നേർച്ചാന്ന് ചോദിച്ചാ എന്താ പറയുന്നത്? മക്കത്തുള്ള ആണ്ടാണ് ഇത്ര, മക്കത്തുള്ള ആണ്ട് നേർച്ചയാണ് ഹജ്ജ്. മൗലവിക്ക് മതം അറിയോ? മൗലവിക്ക് മതം അറിയോ? മൂപ്പരിക്ക് മതം അറിയാം. ദാനന്റെ മതാവാ ഞാൻ മതി. ഇത് ദീൻ അറിയോന്നാ ചോദിക്കുന്നത്.